ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കുറേ കാലങ്ങളായിട്ട് വിളിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വരാത്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് IEOയുടെ കൂടെയാണോ ഈ ഒരു എക്സാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, IEOയുടെ കൂടെ ആവാൻ സാധ്യതയില്ല, കാരണം രണ്ടും ഒരു വ്യത്യസ്ത പോസ്റ്റ് തന്നെയാണല്ലോ, അതിൻ്റെയൊക്കെ സിലബസൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരേ പരീക്ഷ കോമൺ എക്സാം ആവാൻ സാധ്യതയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ 30-നാണ് ആ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കേരള PSCയുടെ തുളസി പ്രൊഫൈൽ വഴി കൺഫർമേഷൻ നൽകാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. യെസ്, അടുത്ത മാസം 11-ാം തീയതി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം പോയിട്ട് കൺഫർമേഷൻ നൽകുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ. യെസ്, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ഒരു 1 എന്നുള്ളൊരു ടിക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കിക്കഴിഞ്ഞാൽ 630/2023 അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ കൺഫേം നൗ എന്നുണ്ടാവും. സോ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് പോകാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓക്കെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക, മറന്നു പോകരുത്. കുറേ പേരൊക്കെ ഇങ്ങനെ മറന്നു പോകാറുണ്ട്. അതിൻ്റെ അവസാനം പിന്നെ ഓക്കെ എനിക്ക് എന്തുകൊണ്ട് ഹാൾ ടിക്കറ്റ് വന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ദിസ് കൺഫർമേഷൻ ഈസ് എൻ അണ്ടർടേക്കിംഗ് ടു റൈറ്റ് ദി എക്സാമിനേഷൻ. If you are not sure of writing this examination, do not submit the confirmation. Remaining absent after exercising the option of confirmation will result in blocking of your profile. ഓക്കെ, അതായത് ഈ ഒരു കൺഫർമേഷൻ നൽകുന്നത് വഴി നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാണ് എന്ന് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ, ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ട് ഇപ്പം ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സർവീസിൽ, ഇപ്പം എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഒരു എക്സാം എഴുതണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. ഇപ്പം ആ ഒരു കാലഘട്ടം കൊണ്ട് ചിലപ്പോൾ അവർ സർവീസിൽ മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടാവില്ല, അത്തരം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷയ്ക്ക് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൺഫർമേഷൻ നൽകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ കൺഫർമേഷൻ നൽകിയിട്ടും നിങ്ങൾ എക്സാമിന് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു ബ്ലോക്കിംഗ് ഓഫ് യുവർ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കപ്പെടുമെന്ന് ഒരു വാണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെ ആരുടെയെങ്കിലും പ്രൊഫൈൽ ലോക്കാക്കപ്പെട്ടതായിട്ട് നമ്മൾക്കൊരു അറിവൊന്നുമില്ല. പക്ഷേ സപ്പോസ് നിങ്ങളൊരു എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ കൺഫർമേഷൻ നൽകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. PSCയുടെ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട്. ഇതുവരെ ആരുടെയും അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് അറിവൊന്നുമില്ല. എന്നിരുന്നാലും സപ്പോസ് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ നൽകാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 30/10/2024 വെനസ്ഡേ. ഓക്കെ, മിക്കവാറും രാവിലെ തന്നെ ആയിരിക്കും എക്സാം ഉണ്ടാകാൻ സാധ്യത. വെനസ്ഡേ അല്ലേ, വർക്കിംഗ് ഡേ ആണ്. അപ്പം മിക്കവാറും 7:15 മുതൽ 9:15 വരെയുള്ള ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റും അതേപോലെ താലൂക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. PSCക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സിലബസോ കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. എക്സാമിനേഷൻ ഡേറ്റ് നമുക്ക് മനസ്സിലായത് ഈ പ്രൊഫൈലിൽ കൺഫർമേഷൻ വന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യാം, യെസ്, എക്സാമിനേഷൻ കലണ്ടർ വരുന്ന സമയത്ത് അതിൻ്റെ സിലബസൊക്കെ വരുന്നതായിരിക്കും. ആ സിലബസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ IEO പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി സിലബസ് വീഡിയോ ഡിസ്കഷനുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.